കഴിഞ്ഞ ദിവസമാണ് നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേശനും ആദ്യ ആൺകുഞ്ഞ് പിറന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. ഗർഭിണിയായത് മുതൽ അതിന്റെ വിശേഷങ്ങളും പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ കുഞ്ഞിന് ജന്മം നൽകുന്നതിന്റെ വ്ലോഗ് പങ്കുവച്ചിരിക്കുകയാണ് താരം. ആശുപത്രിയിൽ ബർത്ത് സ്യൂട്ടിലേക്ക് പോകുന്നത് മുതൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയ ശേഷം അതിഥികൾ എത്തുന്നത് വരെയുള്ള വീഡിയോയാണ് താരം തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത്. ജൂലൈ 5 രാത്രി 7:16 ജനനം. 2.46 കിലോഗ്രാം ഭാരമാണ് കുഞ്ഞിനെന്നാണ് വീഡിയോയിൽ ദിയ പറയുന്നത്. പ്രസവ സമയത്ത് പിതാവ് കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയും സഹോദരികളും ഭർത്താവ് അശ്വിനും ദിയയുടെ അടുത്തുണ്ടായിരുന്നു. കുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം അശ്വിന്റെ മാതാപിതാക്കളും ദിയയുടെ അപ്പൂപ്പനും അമ്മുമ്മയും ആശുപത്രിയിലേക്ക് എത്തുന്നതും വീഡിയോയിലുണ്ട്. ചോര കുഞ്ഞിനെ കണ്ട അഹാനയും സഹോദരിയുമെല്ലാം കരയുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ആൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം ആഘോഷമായി. പിന്നാലെ കുഞ്ഞ് എത്തിയതിന്റെ സന്തോഷവും ഓരോരുത്തരും പങ്കുവച്ചു. കുഞ്ഞിന് ദിയയുടെ മുഖഛായമാണെന്ന് അശ്വിനും സിന്ധുവുമെല്ലാം പറഞ്ഞത്. കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് ലൈവായി കണ്ടത് സൂപ്പർ മൊമെന്റ് ആയിരുന്നു. ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ് എന്നും ഓസിയെ വിവാഹം കഴിച്ചതാണെന്നും അതിനുശേഷം മകൻ ജനിച്ചതാണെന്നും അശ്വിൻ വീഡിയോയിൽ പറഞ്ഞു. തന്നെ പോലെയാണ് കുഞ്ഞിരിക്കുന്നതെന്നാണ് ദിയ പറയുന്നത്. അശ്വിന്റെ മുടിയെന്നും ദിയ പറഞ്ഞു. അതേസമയം നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത്. ഓമി എന്നാണ് ഓമന പേര്. എന്നാൽ സൈബർ ഇടത്ത് പ്രസവ വീഡിയോയെ പറ്റി വളരെയധികം വിമർശനങ്ങളും കമന്റുകളും വരുന്നുണ്ട്. നല്ലതെന്നും മോശമെന്നും പറഞ്ഞു വരുന്ന പല കമന്റുകളും ഇക്കൂട്ടത്തിലുണ്ട്. സൈബർ ഇടത്ത് പ്രസവ വീഡിയോയെ പറ്റിയുള്ള ചർച്ച നടക്കുമ്പോൾ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഡോക്ടർ ഷിംന അസീസ്. ദിയ കൃഷ്ണയും കുടുംബവും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പ്രസവം നല്ല അസൽ റിസർച്ച് മെറ്റീരിയൽ ആണെന്നും കാണിക്കാൻ പാടില്ലാത്തതൊന്നും ആ വീഡിയോയിൽ ഇല്ലെന്നും ചൊറിയുന്നവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നും ഷിംന അസീസ് പറയുന്നു. ദിയ കൃഷ്ണയും കുടുംബവും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പ്രസവം നല്ല അസൽ റിസർച്ച് മെറ്റീരിയൽ ആണ്. ഡോക്ടർമാർക്കിടയിൽ ഗൈനക്കോളജി ഒരു ചോരക്കളിയാണ് എന്ന അർത്ഥം വരുന്ന ചൊല്ല് തന്നെയുണ്ട്. ചോരയും ശ്രമങ്ങളും ഒന്നും ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരാതെ സുന്ദരിയായി ഒരുങ്ങി പുതപ്പുകൾക്കുള്ളിൽ അശ്വിന്റെ കൈ പിടിച്ചു കിടന്ന് പങ്കാളിയുടെ തലോടലേറ്റ് അമ്മയോട് എനിക്ക് പേടിയാകുന്ന അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സഹോദരിമാർക്കിടയിൽ സുരക്ഷ അനുഭവിച്ച് നിലവാരമുള്ള മെഡിക്കൽ സൂപ്പർവിഷനിൽ നൊന്ത് പ്രസവിച്ചൊരു ഭാഗ്യം ചെയ്ത പെണ്ണ്. അത് കാണുന്ന വലിയൊരു വിഭാഗം പുച്ഛിസ്റ്റ് പുരുഷന്മാർ പുറമെ അംഗീകരിച്ചില്ലെങ്കിലും തലക്കകത്ത് പുനർവിചിന്തനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പെണ്ണ് കടന്നു പോകുന്ന അതിതീവ്ര വേദനയും അവൾ അർഹിക്കുന്ന കരുതലുമെല്ലാം 4 പുസ്തകം വായിച്ചാൽ കിട്ടാത്തത്രയും ആഴത്തിൽ ആ മിനിറ്റുകൾ നീളമുള്ള വീഡിയോയിലുണ്ട്. കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടേക്കണേ. ചില കാര്യങ്ങളെ കുറിച്ച് ചിലർക്ക് വെളിവ് വരാൻ ചാൻസ് ഉണ്ട്. വല്ലാത്തൊരു കൂട്ടായ്മ തന്നെയാണ് ആ കുടുംബം. കാണിക്കാൻ പാടില്ലാത്തതൊന്നും ആ വീഡിയോയിലില്ല. ചൊറിയുന്നവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ, പറയേണ്ടവർ പറയട്ടെ. ഇരുട്ടറയിൽ പേടിച്ച രണ്ട് ജീവൻ പോകുന്ന വേദനയും സഹിച്ച് പലപ്പോഴും തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ഒറ്റപ്പെട്ട് വിയർത്ത് നൊന്ത് കിടക്കുന്നതിലും എത്രയോ നല്ലതാണ് ഈ സ്നേഹത്തിന്റെ ചൂടുള്ള അനുഭവം. ദിയയ്ക്കും കുടുംബത്തിനും നന്മകൾ വർഷിക്കട്ടെ എന്നും ഡോക്ടർ ആശംസിക്കുന്നു.